അപ്പം നമ്മൾ 2025 കടക്കാൻ പോകണം. 24 ലാസ്റ്റ് ലെഗ് കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഡിസംബറിൽ നമ്മുടെ അവസാനത്തെ ഗെറ്റ് ടുഗെദറിൽ പോവാണ് ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ. നമ്മൾ ഉമ്മൽ ഖോയിൻ മോഡലുള്ള ഒരു ഫാമിലാണ് ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ക്രിസ്മസ് ന്യൂ ഇയർ എല്ലാം നേരത്തെ സെലിബ്രേറ്റ് ചെയ്യാണ്. കാരണം എല്ലാവരും അത് കഴിഞ്ഞ് വെക്കേഷൻ നാട്ടിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ സെലിബ്രേഷൻ്റെ വിശേഷങ്ങളുമായിട്ട് ഉടനെ. ഇതാണ് നമ്മൾ ഇന്ന് നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ടെറ ഫാം. ഉമ്മൽ കോയിൻ വാർഡിലുള്ള ഫാം ഹൗസാണ്. ഞങ്ങൾ ഫാമിൽ എത്തിച്ചേർന്നപ്പോഴേക്കും അവിടെ എല്ലാവരും ക്രിക്കറ്റ് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആണുങ്ങളെല്ലാം കൂടെ ഫസ്റ്റ് റൗണ്ട് കളിച്ചു. കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും ചേച്ചിമാരെല്ലാം കൂടെ കൂടി. അവരും വിട്ടുകൊടുത്തില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ സന്ധ്യ ആവുന്നുണ്ട്. അപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ദിവസം വളരെ ചെറുതാണല്ലോ. 5:30 ആകുമ്പോഴേക്കും സൺസെറ്റ് ആവും. അപ്പോഴേക്കും പിന്നെ പതുക്കെ എല്ലാവരും അകത്തേക്ക് കൂടിയേറി. കുറേ സ്നാക്സൊക്കെ ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ ചെയ്തിട്ടാണ് എല്ലാവരും എത്തിയത്. എഗ്ഗ് കൊണ്ടുള്ള കുറേ റെസിപ്പീസ് ട്രൈ ചെയ്യാനായിരുന്നു തീരുമാനം. അങ്ങനെ ചേച്ചിമാരെല്ലാം കൂടെ അതിലേക്ക് കടന്നു. കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ചേട്ടന്മാരും. അങ്ങനെ ഓംലെറ്റും സണ്ണി സൈഡും പിന്നെ എഗ്ഗിൻ്റെ എന്തോ ഫ്രൈ വെറൈറ്റി ഐറ്റംസൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ച് ആ സന്ധ്യ സമയം ഞങ്ങൾ കുറേ നേരം വർത്തമാനം പറഞ്ഞ് അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നീട് അങ്ങോട്ട് കുറേ ഗെയിംസിൻ്റെ ടൈംസായിരുന്നു. നമ്മൾ നേരത്തെ തന്നെ സീക്രട്ട് സാൻഡൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് എല്ലാവരും സർപ്രൈസ് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത്. അതൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഈ പരിപാടി.
സീക്രട്ട് സാൻഡയും കപ്പിൾ ഗെയിംസും ഒക്കെ അടിപൊളിയായിരുന്നെങ്കിലും അന്നത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രാത്രിയിലത്തെ സ്ലീപ്പ് ഓവറായിരുന്നു. നമ്മൾ പണ്ട് ഹോസ്റ്റലിലും കോളേജിൽ നിന്നൊക്കെ ടൂർ പോകുമ്പോഴൊക്കെ ചെയ്യുന്ന പോലെ ഫ്രണ്ട്സ് എല്ലാവരുടെ കൂടിയിരുന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് രാത്രി ഇരുന്ന് കഥ പറയുന്നതിൻ്റെ ഒരു രസം അതായിരുന്നു മെയിൻ. അങ്ങനെ എല്ലാവരും അവരുടെ കഥകളൊക്കെ പറഞ്ഞിരുന്ന് കോളേജ് ഡേയ്സൊക്കെ ആയവരൊക്കെ ഞങ്ങളെപ്പോഴും ഉറങ്ങിപ്പോയി. ഏകദേശം നേരം വിളക്കാറായെന്ന് തോന്നുന്നു കേട്ടോ. 3 മണി വരെയൊക്കെ കണ്ട് ഓർമ്മയുണ്ട്. അത്ര ലേറ്റായി കിടന്നുകൊണ്ടായിരിക്കും രാവിലെ എഴുന്നേറ്റപ്പോഴും കുറച്ച് ലേറ്റായി. 7:30 ആയി എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് ഫ്രഷായി വന്നപ്പോഴേക്കും. ആ ഫാമിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. സൺറൈസൊക്കെ സൂപ്പറായിരുന്നു. ചെറിയ കാറ്റും നല്ല തണുപ്പും നമ്മുടെ നാട്ടിൽ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊരു ഫീൽ ഉണ്ടല്ലോ, അതായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ എല്ലാവരും ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് കുറേ വീഡിയോസ് എടുക്കുന്ന തിരക്കിലേക്ക് മാറി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വന്നപ്പോഴേക്കും ചെക്ക് ഔട്ട് ടൈം